പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. തഗ് ലൈഫ് ഏതോ കാലം ട്രെൻഡ് ഔട്ടായ കൂളിംഗ് ഗ്ലാസും ചങ്ങലയിട്ട സാധനം. നടിപ്പിൻ നായകൻ സൂര്യയുടെ റെട്രോയില് താനോസായി അഭിനയിച്ചതിന് ശേഷം നമ്മുടെ മലയാളികളുടെ ജോജോ ജോർജ് ഇതിൽ ഒരു ബുലോക കോമഡി പീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വണ്ടി എടുക്കട്ടെ മോളെ. അതിൽ പെരിയ 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 കോമഡി പീസ്. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്രേ. പോകുന്ന ഊളപ്പടത്തിനകത്ത് ഒരാള് കഷ്ടപ്പെട്ട് പാടുപെട്ട് പണിയെടുത്തിട്ടുണ്ട്. മറ്റാരുമില്ല, നമ്മുടെ ARR. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. മണിരത്നത്തിന്റെ സിനിമയാണോ അത്? ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് ആണ്, പരിപ്പോടെ കോൺഫ്ലിക്റ്റ്. ആരാണേലും ചിരിച്ചു പോകും. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്തത്ര ചിരിച്ചെന്നറിയോ? ഒരു മെഗാസ്റ്റാർ ആവുമ്പോ 10 പടം പൊട്ടിയാലും 11ാമത്തെ പടം കഷ്ടിച്ച് രക്ഷപ്പെട്ടാൽ പിന്നെ 5-10 കൊല്ലം സുഖമായിട്ട് മുമ്പോട്ട് പോവാലോ. ഒരു മണിരത്നം മാസ്റ്റർ പീസ് മാജിക് എന്നൊക്കെ പറയണ്ടോ? ജന്മത്താ വാചാമല്ല. മണിരത്നത്തിന്റെ ഒരു പടമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഏറ്റവും വെറുപ്പിന് ലോക വെറുപ്പിന് പടമാണ്. സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മറ്റേ സ്വാതന്ത്ര്യം കിട്ടിയ കാലം പോലുള്ള സാധനം. അയ്യന്റെ മോനെ, ട്രെയിലർ കണ്ടപ്പോഴേ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ആ പേടി കറക്റ്റ് തുടക്കം മുതൽ എൻഡ് വരെ തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ അൾട്ടിമേറ്റ് ഗുണ്ട്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? തഗ് ലൈഫ് സത്യം പറയാനുള്ള ഒറ്റ പാട്ടേ പറയുള്ളൂ. ശരി, പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. 3 L കാണാൻ വന്നാണ്. ശരിക്കും 3 G ആണ് തന്നേക്കുന്നത്. നല്ലവണ്ണം മൂജിട്ടുണ്ട്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പടം നല്ല ഫ്ലോപ്പാണ്. ഒട്ടും ഇരുന്ന് കാണാൻ പറ്റത്തില്ല. വെക്കടാ വെടി, പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. ദുൽഖറിന് ചെയ്യാൻ പറ്റിയ റോളൊക്കെ ദുൽഖർ രക്ഷപ്പെട്ടു. ദുൽഖർ ഭാഗ്യം. ദുൽഖറിന് എന്തോ നല്ല സമയമായതുകൊണ്ട് ദുൽഖർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. ദുൽഖറിന് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് മിസ്സായെന്ന് പറയുന്നു. ദുൽഖർ വരാറുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. ഇല്ല, എത്ര തല്ലിക്കൊന്നാലും എണിച്ചു വരുന്നത് കമൽഹാസൻ. ഇത് തന്നെയാണ് ഈ പടത്തിലുള്ളത്. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ലേ ഈ മനുഷ്യന്? ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. സെക്കൻഡ് ഹാഫ് മൊത്തം ഔട്ട് ഓഫ് സിങ്ക് ആയി. ലോജിക് ഇല്ല, ഒന്നുമില്ല. ഇൻഫാക്ട് സിനിമ തീർന്നില്ല, നമ്മൾ വെളി വന്നു. മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. പിന്നെ എഴച്ചില്ലെന്ന് പറഞ്ഞാൽ ആമ ഇതിനെങ്ങാട്ടി സ്പീഡ്. ഇപ്പൊ നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞു. ഡയറക്ടറിന്റെ ഒരു വെയിറ്റ് ചെയ്ത പടമാണ്. പക്ഷേ തഗ് ലൈഫ് എന്നല്ല, വേസ്റ്റ് ലൈഫ് എന്നോണം പറയാം. സീരിയസ് ആയിട്ടാണ് ചെയ്തെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. ടീം പോയി, കിടപ്പാടവും പോയി, ആ പാട്ടുണ്ടായിരുന്ന മാനവും പോയി. വളരെ മോശം, വളരെ മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ട് എടുത്തിരിക്കുന്നത്. റഹ്മാന്റെ മ്യൂസിക് ഒക്കെ വരുമ്പോൾ ടോം ആൻഡ് ജെറി കാർട്ടൂൺ ഇല്ലേ, അതിൽ വരുമ്പോഴത്തെ മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത്. സമൂഹത്തിൽ എനിക്കുള്ള വില, അതിനെ കുറിച്ച് ചിന്തിച്ചോ? അതിന് സമൂഹത്തിൽ നിനക്ക് എന്നാ വിലയാടാ? ലെജൻഡറി ഡയറക്ടർ മണിരത്നത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വേസ്റ്റ് മൂവി ആയിട്ടാണ് തഗ് ലൈഫ്. പറ്റിപ്പോയടാ. വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഒന്നുമില്ല. ടിപ്പിക്കൽ ഒറ്റോരുത്തർ എന്നെ കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. സിനിമ തുടങ്ങുന്നിട്ട് അവസാനം വരെ ഇതാണ് സംഭവിക്കാൻ പോണെന്ന് മനസ്സിലാവുന്ന ഒരു വളരെ ഹൈലി പ്രഡിക്റ്റബിൾ ആയ ഒരു കഥ. അടിപൊളി. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്.